ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ടച്ച് മീഡിയ ബൈ പ്രസാദിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. LDC പഠിക്കാനുള്ള എല്ലാവരും ഡൗൺലോഡൊക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ യൂസേജുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് ഉണ്ടാവും. വോട്ടേഴ്സ് ID കാർഡ് എന്ന് പറയുന്ന തിരിച്ചറിയൽ കാർഡ്. പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണെങ്കിൽ നമുക്ക് പലരുടെയും അതിലെ ഫോട്ടോ കണ്ടാൽ ചിരിയാണ് വരിക. വളരെ ദുരന്തങ്ങളായ ഫോട്ടോസാണ് നമ്മൾ തിരിച്ചറിയൽ കാർഡിൽ ഉണ്ടാവുക. എന്നാൽ ഈ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ ഒന്ന് മാറ്റണം നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ മാറ്റാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകളാണ്. ഒന്നെങ്കിൽ അതൊരു വെബ്സൈറ്റ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യാം. അപ്പോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് വെബ്സൈറ്റാണ് www.nvsp.in എന്ന വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴിയോ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അവസാന തീയതി നവംബർ 30 അതായത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സുവർണാവസരം ആരും പാഴാക്കരുത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത്. തീർച്ചയായും ഇത് ഫുള്ള് കാണുക, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കാണുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. നമുക്ക് ആർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുന്നിടത്ത് വോട്ടേഴ്സ് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത്, അതിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇതാ അതിലുള്ള ഫങ്ഷൻസാണ്, ഇതാ 20 ഫങ്ഷൻസ് ആയിട്ട് കാണാം. ഇൻസ്റ്റാളിന് കൊടുക്കാം. അപ്പോൾ ഇത് 14 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരുടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളെ വെബ്സൈറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ജോലി സമയമോ അല്ലെങ്കിൽ മറ്റേ വിലപ്പെട്ട സമയം ചിലപ്പോൾ നഷ്ടമായേക്കാം. ഇത് നമുക്ക് ഫോണിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അതാ ഇൻസ്റ്റാളിംഗ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ഇൻസ്റ്റാളിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ കാര്യങ്ങളിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ യാതൊരു പേടിയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം ആളുകൾക്കോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റിൽ ചോദിക്കുന്നത് നമ്മളെ നെറ്റ്വർക്കിൻ്റെ ആക്സസ് അലോ ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് അലോ കൊടുക്കാം. ഇനി കാണുന്നത് ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഇതാ ഐ എഗ്രി എന്നുള്ളിടത്ത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇതാ ഇവിടെ EVP എന്ന് പറഞ്ഞാണ് ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായി ഇതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഇലക്ടേഴ്സ് വെരിഫിക്കേഷൻ പ്രോഗ്രാം, നമ്മൾ നമ്പർ ലിങ്ക് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. നമുക്കിതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ സെർച്ച് ബൈ ബാർകോഡ് അല്ലെങ്കിൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് നോക്കുകയെന്ന് വെച്ചപ്പോൾ നമ്മുടെ പേര്, അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിം, വയസ്സ്, സെലക്ട് ജെൻഡർ, നമ്മൾ ആണ് പെണ്ണ് ഉള്ളത്, പിന്നെ നമ്മൾ സംസ്ഥാനം, ഡിസ്ട്രിക്റ്റ്, നിയമസഭാ മണ്ഡലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇനി അല്ല എങ്കിൽ EPIC നമ്പർ, അതായത് നമ്മളെ വോട്ടേഴ്സ് ID കാർഡിൻ്റെ നമ്പർ, ആ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ഇത് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. എൻ്റേത് EPIC നമ്പർ. അവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കാർഡിൻ്റെ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്, 02. ഈ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ സെർച്ചിങ് ആണ്, നെറ്റ് ഉണ്ടായാലാണ് ഇത് ചെയ്യാൻ പറ്റുക.
അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതാ പ്രസാദ്, എൻ്റെ പേര് പ്രസാദാണ്, ഏജ് 27, ഫാദർ നെയിം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം, അങ്ങനെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെയാണെന്നുള്ള ഉറപ്പുവരുത്താൻ ഇറ്റ്സ് മീ എന്നുള്ളടത്ത് പ്രസ് ചെയ്യുക. ഡു യു വാണ്ട് ടു ലിങ്ക് നമ്പർ, മൊബൈൽ നമ്പർ ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് യെസ് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓൾറെഡി ലിങ്ക് ചെയ്തതായതുകൊണ്ട് ഓൾറെഡി ലിങ്ക്ഡ് ആണ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ എഡിറ്റ്, ഈ ഒരു പേനയുടെ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ പറയുന്നുണ്ട്, ഈ പച്ച കളറിൽ എഴുതി കാണിക്കുന്നത് ക്ലിക്ക് ഓൺ പെൻസിൽ ഐക്കൺ ടു മോഡിഫൈ യുവർ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളിതിലുള്ള പിക്ചർ, ഫോട്ടോ മാറണമെങ്കിൽ അവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കത് അലോ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ അലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്കാണ് നേരിട്ട് കയറുക. നമുക്കിത് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു ഫോട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളതുണ്ട്. ഇതാ എൻ്റെ ഒരു ഫോട്ടോ. ക്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതാ എൻ്റെ കണ്ടില്ലേ ഫോട്ടോ അവിടെ മാറിയിട്ടുണ്ട്. ഇനി പേരിൽ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുത്താവുന്നതാണ്. ഇനി അത് ആ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെയും ഫോട്ടോ എടുക്കാം. അപ്പോൾ കണ്ണട വെച്ചുള്ള വേറെ ഫോട്ടോ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് മോഡിഫൈ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്ലീസ് കൺഫേം ദ മോഡിഫിക്കേഷൻ ഡൺ ബൈ യു അപ്ലോഡ് നെസസറി ഡോക്യുമെൻറ്റ്. നമുക്ക് ആവശ്യമായുള്ള എല്ലാം അപ്ലോഡ് ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. എല്ലാം റെഡിയാണ്, ഓക്കെ എങ്കിൽ നമ്മൾ കൺഫേം എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മെസ്സേജ് വന്ന് ഡിയർ പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രസ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ ID കാർഡിലുള്ള നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡിൽ നമുക്ക് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു കുടുംബാംഗങ്ങൾക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.